അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ വേർപിരിയുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടായിരിക്കും. എത്രമാത്രം നമ്മൾ ഒന്നിനെ സ്നേഹിച്ചോ അത്രമാത്രം വിഷമായിരിക്കും നമുക്കതിൽ നിന്ന് വേറിട്ട് പോവാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൗതികമായ ജീവിതത്തെ അമിതമായി സ്നേഹിച്ചാൽ അവസാനം മരിക്കാൻ പോലും നമുക്ക് പ്രയാസമായിരിക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തോട് മനുഷ്യനുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ച് നിരന്തരമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വ്യക്തമായ ആളുകൾക്ക് മനസ്സിലാകാൻ നല്ലത് ഉപമകളും ഉദാഹരണങ്ങളുമാണല്ലോ. ഇഹലോക ജീവിതത്തിൻ്റെ ഉദാഹരണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന കമാ ഇൻ അൻസൽനാഹു മിനസ്സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരു നല്ല മരം, അത് നല്ല പഴങ്ങളോടുകൂടെ നല്ല പുഷ്പിച്ച് കായ്ച്ച് നിൽക്കുമ്പോൾ എത്ര മനോഹരമാണ്. അങ്ങനത്തെ ചെടികളും വൃക്ഷങ്ങളും നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. പലപ്പോഴും പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യാനങ്ങളെ, പൂന്തോട്ടങ്ങളെ നമ്മൾ എത്ര വലിയ തിരക്കിലാണെങ്കിലും നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും. ഇപ്പോൾ കായ്ച്ച് പുഷ്പിച്ച് നിൽക്കുന്ന ഒരു മരം എത്രമാത്രം ആകർഷണീയമാണ്, അതിലേക്ക് എത്ര താല്പര്യപൂർവ്വമാണ് ആളുകൾ എത്തുന്നത്, പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരുന്നത്. ഇതുപോലെയാണ് ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം. നമുക്ക് നല്ല സമ്പത്തും മക്കളും ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രശോഭിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ സന്ദർഭമാണ്. പക്ഷേ ആ സന്ദർഭത്തിന് മറ്റൊരു വശമുണ്ട്. ഈ മരം ഇലകളില്ലാതെ ഉണങ്ങി നുരുമ്പിച്ച് കാറ്റത്ത് പാറിപ്പോകുന്ന അസ്ബഹ ഹഷീമൻ, വൈക്കോലായി പോകും. തദറൂഹു റിയാഹ്, കാറ്റുകൾ പറത്തിക്കളയുന്ന വൈക്കോലായിത്തീരുന്ന ഒരു പരിണിതി അതിനുണ്ട്. ആർക്കും വേണ്ടാത്ത, ഒരു ഉപകാരത്തിനും പറ്റാത്ത, അതായത് വിറക് കത്തിക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം നുരുമ്പി പാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എന്തു ചെയ്യാം, അതിന് പരിണിതി സംഭവിച്ചേക്കാം എന്നതാണ്. എന്തിനാണ് ഇതിങ്ങനെ പറയണത്? നമ്മൾ ഇഹലോകത്തെ സ്നേഹിക്കുന്നതിന് നമുക്കൊരു നിയന്ത്രണം വേണം. വല്ലാതെ സ്നേഹിച്ചാൽ എന്താണ്, നമുക്ക് പലപ്പോഴും നമ്മുടെ പരലോകത്ത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. അൽഹാഖു മുത്തക്കാത്തുറാണ്. ദുനിയാവിന് വേണ്ടിയുള്ള മത്സരങ്ങളും ഓട്ടങ്ങളും മനുഷ്യനെ എന്തു ചെയ്യും, അശ്രദ്ധനാക്കും. അതുകൊണ്ടാണ് ഇഹലോക ജീവിതത്തോടൊരു നല്ല കാഴ്ചപ്പാട് ശരിക്കും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. പലപ്പോഴും ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന താല്പര്യം നമ്മുടെ മതപരമായ പരലോക ജീവിതത്തിലില്ല എന്ന് പലപ്പോഴും നമുക്ക് പല ഉദാഹരണങ്ങളിലൂടെയും മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇഹലോകത്ത് നിന്ന് പോവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാശങ്ക എന്താണ് നമ്മുടെ മനസ്സിലെ ആശങ്ക? നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇവരൊക്കെ എന്താവുന്നല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. പക്ഷെ നമ്മൾ ആരെങ്കിലും നമ്മൾ പോകുന്നതിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഈ മതത്തിന്, ഈ ദീനിന്, അതിൻ്റെ പിന്തുടർച്ചക്കോ അതിൻ്റെ ഭാവിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന ഒരാശങ്ക പലപ്പോഴും നമുക്കുണ്ടാകുന്നുണ്ടോ എന്നത് ഗൗരവമാണ്. നമുക്കറിയാം, പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹം വാർദ്ധക്യത്തിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ സായാഹ്നത്തിലെത്തി ഒരു വാർദ്ധക്യത്തിലൂടെ അവശത അനുഭവിച്ച് ഏകദേശം മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അദ്ദേഹം പറയുന്നില്ല, റബ്ബി ഇന്നി വഹനൽ അലുമുമിന്നി വഷ്ത അല സുഷൈബ, റബ്ബെ എൻ്റെ എല്ലുകൾ ശോഷിച്ചു, എൻ്റെ തല നിരകൊണ്ട് കത്താൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു മുടി പോലും നിരക്കാൻ ബാക്കില്ല, എല്ലുകളൊക്കെ ആകെ നുരുമ്പി പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തു ചെയ്യണം? വഹബുലി മില്ലതുങ്ക വലിയാണ്, എനിക്കൊരു അനന്തരാവകാശിയെ തരണം, എനിക്കൊരു രക്ഷാധികാരിയെ തരണം. ഇത് എപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്? മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, താൻ മരണപ്പെട്ടു പോയാൽ താൻ ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ദീൻ അത് സംരക്ഷിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതിന് പ്രബോധനം ചെയ്യാനും പറ്റുന്ന ആളുകളില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ ആശങ്ക. അതുകൊണ്ട് എരിസുനി വൈരസുമിന്നാലി യാക്കൂബ്, എന്നെയും യാക്കൂബ് കുടുംബത്തെയൊക്കെ അനന്തരെടുക്കാൻ പറ്റിയ ഒരു കുട്ടിനെ എനിക്ക് നീ തരണം. വജ അൽഹു റബ്ബി റദിയ, അള്ളാഹു നീ അവന് തൃപ്തി കൊടുക്കണം, നീ തൃപ്തിപ്പെടുന്ന
നല്ലൊരു സന്താനത്തെയാണ് നീ എനിക്ക് തരേണ്ടത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് ശേഷം നമ്മുടെ പുതിയ ദീനിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു തലമുറയുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അതിൽ പലതും ചെയ്യാനുണ്ട്. ഒരു പുതിയ അഡ്മിഷൻ്റെ സമയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ, ആരെങ്കിലും ഒരാൾ, നമ്മുടെ കുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെ കുട്ടിയോ ആരെങ്കിലുമൊക്കെ ദീനിൻ്റെ രംഗത്ത് നമ്മുടെ നാട്ടിൽ ദീനീ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ദീനീ നേതൃത്വം നൽകാൻ, നമുക്ക് ശേഷം നമ്മുടെ വീട്ടിൽ ദീനിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബന്ധുക്കൾ നിസ്കരിക്കണം എന്നാണ് പലപ്പോഴും. മക്കൾ നിസ്കരിക്കണം, ഭർത്താവ് നിസ്കരിക്കണം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയും. സാധാരണ ഇമാമത്ത് എന്ന് പറയുമ്പോൾ ഏത് ഇമാമത്താണെങ്കിലും, നിസ്കാരത്തിന് വേണ്ടി ഇമാമത്താണെങ്കിലും ഏതാണെങ്കിലും അത് ഇമാമത്തിന് യോഗ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ഒരു വലിയൊരു പണ്ഡിതനും ഖുർആൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കാനുള്ള യോഗ്യത ഉള്ളത്. അത് പക്ഷേ പലപ്പോഴും നമ്മൾ നാട്ടിലെന്ത് ചെയ്യും, ബന്ധുക്കളാവട്ടെ കുടുംബങ്ങളാവട്ടെ എന്ന് പറയുമെങ്കിൽ ആത്മാർത്ഥമായിക്കോട്ടെ, പക്ഷെ അങ്ങനെ ഈ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും അതിൽ വലിയ അബദ്ധങ്ങളുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾ ഈ മൗനമായി നിൽക്കുമ്പോൾ അവരുടെ നിസ്കാരം മുഴുവനും തെറ്റിപ്പോവും, ഇമാമിന് തെറ്റുമ്പോൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അയാൾ സ്ഥിരമായി ഇമാമ് നിൽക്കുന്ന ഒരാളല്ല, നിസ്കാരത്തിന് പോയത് ഒരു ഇമാമ് നിൽക്കാത്ത ഒരാളാണ്. ഇത്രയും അധികം ആളുകൾക്ക് തൻ്റെ വാപ്പയുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മയുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതിനൊക്കെ അറിയുന്ന വിവരമുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നല്ലതല്ലേ, നമ്മുടെ നാട്ടിലെ ഖുത്ബ പറയാൻ, ദീൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ പരലോകത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഒരു ആശങ്ക എന്തായിരിക്കും, ഈ ദീനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന പണ്ഡിതന്മാരും ആളുകളും ഉണ്ടാവണം. പ്രാവശ്യം ദീനീ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ, നമ്മുടെ മക്കളിൽ നിന്നൊരാൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹവും താല്പര്യവും നമ്മൾ പ്രകടിപ്പിച്ചാൽ അത് ദീനിനോടുള്ളൊരു സ്നേഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു ദീനിനെ കൂടുതൽ സഹായിക്കുവാനും അതിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.